ആ സമയത്ത് പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ലടാ. കാണണ്ട തന്നെയാ. അതാണ് ഒരു പഴയ കാര്യം. ഹായ് വിമൽ, എന്താ ഉണ്ടായത്? ഞാനും എൻ്റെ വൈഫും കാറിൽ പോകുന്ന വഴിക്ക് എനിക്ക് ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും ഞാൻ വണ്ടി ഒതുക്കി നിർത്തി കുറച്ച് റെസ്റ്റ് എടുത്തു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അപ്പോൾ അവരുടെ വീട് ഒരാളുടെ വീടിന്റെ വഴിയിലാണെന്നാണ് അവർ വാദിക്കുന്നത്. പക്ഷേ വഴിയിലല്ല, കുറച്ച് മുന്നേക്ക് മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ റെസ്റ്റ് എടുത്തത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. അതെ, ആദ്യം ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുത്താലോ? പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എടുക്കുക എടുക്കുന്നതിന്റെ ഞാൻ എന്താ കണ്ടെന്ന് പറ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ശരി, കണ്ടില്ല. ശരി, ഞാനേ കണ്ടുള്ളൂ. ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി, ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ പിന്നെ അത് കിട്ടണം. ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയാ, ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു. നമ്മള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരും ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് പറയുക, ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു, അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട് മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? അതിലുണ്ട് കേട്ടോ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണ കിട്ടുന്നുണ്ടല്ലോ. പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ പറയും. അവള് കണ്ട കാര്യം പറഞ്ഞു. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. എന്ത് ചെയ്യുന്നുള്ളത് പറയൂ നിങ്ങള്. ഇല്ലെങ്കിൽ സൗകര്യം ഇല്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? എന്താ പറ? വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഇയാളുടെ വീടിന്റെ വഴിയാണോ? നീ നിൽക്കുന്ന ഈ സ്ഥലവും ആ പുള്ളരും അവരെ കയ്യിരിക്കുന്ന സാധനങ്ങളും ഈ ബസ് സ്റ്റാൻഡും എന്തിന് നിക്കറ എന്റെ അണ്ടറല്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ പറയാ, വീടിന്റെ വാതൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. രണ്ടും കൂടെ പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കണു. ഇത് എന്റെ റൈറ്റാ. എന്താ കാര്യം? അതെന്താ സംഭവം? എടുക്ക എവിടെ വരെ പോകുന്നുള്ളൂ നോക്കാം. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരായിരുന്നു അത്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. പേഴ്സണലായിട്ട് കാര്യമല്ല. ഇയാളടുത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ? എന്ത് പേഴ്സണൽ? ഞാൻ ഇയാൾ തമ്മിൽ എന്ത് പേഴ്സണലാ ഉള്ളത്? ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. മിന്നണ സാരി എടുത്തോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടും. വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ? ഇയാൾ എന്താ കണ്ടെന്ന് പറ. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണും. കണ്ടില്ല. ശരി, കണ്ടു. എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം? പറയും. അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്കൊരു മര്യാദയുണ്ട്, മനസ്സിലായോ? ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതു സ്ഥലത്ത് വെച്ച് കാണിക്കാൻ കൊള്ളാത്തതാണ്. പൊതു സ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? കാണിക്കാൻ കൊള്ളാത്ത കാര്യം നിങ്ങൾ കഷ്ടം. എന്തിനങ്ങോട്ട് മാറണം? നിങ്ങൾ രണ്ടുപേരുടെ അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നു. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ എപ്പോ അത് തന്നെ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പേടിച്ച് വണ്ടി മാറ്റിയിടണം. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. നിങ്ങൾ പറഞ്ഞാൽ ഒരു പോയിന്റും ഇല്ല. നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ചു പറയണം എന്ത് മോശമായ പ്രവൃത്തി ഇതിൽ കണ്ടു. എടുക്കുക. എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെ ആണുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത്. ഇപ്പോഴാണെങ്കിൽ സമയം വരെ നോക്കിയോ. ഓപ്പിറ്റിക്കലാത്ത സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ. ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ എടുക്കാൻ ഒരു കാര്യമില്ല. കണ്ടേ, പകുതി റോഡിലാണ് നടക്കുന്നത്. റുവാക്കി റോഡ് സൈഡിലും. സോറി, അതൊന്നും ഇവിടെ പറ്റില്ല. ഷാജി കേട്ടാ, ഇവിടെ അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം. തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്നേ, മാരിയോട് ചോദിക്കാം. കാര്യം ഞങ്ങൾ പറഞ്ഞേനെ. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. അതായത് അവർ ചോദിച്ചിട്ടില്ല. അവരെല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത്. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കേട്ടല്ലോ. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? കുറെ ആൾക്കാർ കണ്ടോ ഇത്? ഇപ്പൊ ഒരു 12 മില്യൺ. 12 മില്യനോ? അതെ. 1,20,00,000 ആൾക്കാർ കണ്ട വീഡിയോ ആണോ നമ്മളിപ്പോ കണ്ടത്? അതെ. വേറെ ഒരു വഴി
പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. അപ്പൊ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, അതേപോലെ ഞാനൊരു സോറി പറയണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനത് ലോക്കൽ ചാനൽസ് എല്ലാം പിന്നെ ഇതിനകത്ത് ഇടപെട്ട് കാര്യങ്ങൾ തിരിക്കുകയാണ് ഉണ്ടായത്. ഞാൻ മനഃപൂർവ്വം അവിടെ പോയി റീച്ചിന് വേണ്ടി പോയി നിൽക്കുകയാണ്. അങ്ങനെ പറയുന്ന ആളുകൾ ആ പെൺകുട്ടിയുടെ സംസാരമാണ്. പെൺകുട്ടി എടുത്ത സ്റ്റാൻഡിൽ നിന്ന് പുറകോട്ട് പോകാതെയുള്ള ഒരു സംഭാഷണമാണ് അതിനകത്ത് കാണുന്നത്. ഇതിനകത്തെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. കറക്റ്റാണല്ലേ? ഇപ്പൊ എന്റെ വൈഫാണ് ആദ്യം സംസാരിച്ചത്. അപ്പോ ഇദ്ദേഹം പറയുന്നത് കാണാൻ പാടില്ലാത്തൊരു കാര്യം കണ്ടു, അപ്പൊ അതെന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചോദിച്ചതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ അഗ്രസീവ് ആയത്, അല്ലാതെ വേറൊന്നുമല്ല. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? നട്ടാക്കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.